ട്രിപ്പ് തേൻ നെല്ലിക്കയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 കിലോ തേൻ നെല്ലിക്കയ്ക്ക് വേണ്ടിയുള്ള നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം ഇഡ്ഡലി ചെമ്പിൻ്റെ മറ്റേ വീശപ്പത്തിൻ്റെയൊക്കെ തട്ടില്ലേ, അത് വെച്ച് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ നെല്ലിക്ക നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് എടുത്തതാ അതിൽ പെറുക്കി ഇട്ട് കൊടുക്കൂ. മൊത്തം പെറുക്കി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം പെറുക്കി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. 10 മിനിറ്റേ വെക്കാവൂ. 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അപ്പോഴേ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇട്ടേക്കണം. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിരിക്കും. അതിനുശേഷമുള്ളത് ബാക്കി പറഞ്ഞുതരാം. നമ്മളെ നെല്ലിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തണുക്കട്ടെ. തണുത്തതിന് ശേഷം ബാക്കി. ഇത് പനങ്കർക്കണ്ടാണേ. വേണ്ട, നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതിനെ നമ്മൾ വൃത്തിയാക്കി എടുത്താണ് തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ എടുക്കുന്നത്. നമ്മൾ പഞ്ചാരയും ശർക്കര ഇതൊന്നും ചേർക്കില്ല. നിങ്ങൾ കർക്കണ്ട. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ശരീരത്തിന് നല്ലതാണ് പനം കർക്കണ്ട് കഴിക്കുന്നത്. നെല്ലിക്കയുടെ ഗുണം കൂടെ ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ നല്ലതായിട്ട് വരും. അത് കാണിക്കല് കത്തി, അത് തേന് വേണ്ടി വെച്ചിട്ടാണ്. ഉരുക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. തേൻ്റെ അല്ലല്ലോ, തേനും ഇതൊക്കെ അവരെ കിട്ടല്ലേ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുക്കുന്നതാണ് പനം കർക്കണ്ട്. ഇവിടെ കർക്കണ്ടെന്നാണ് പറയുന്നത്. ചിലർ അവിടെ വേറെ ഉള്ളവർക്ക് എന്ത് പറയുന്നത് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പനം കർക്കണ്ടെന്നാണ് പറയുന്നത്, കർക്കണ്ട്. ഇതിന് കുറച്ച് വെള്ളം വെച്ച് ഇതിനെ ഉരുക്കി എടുത്തിട്ടാണ് തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്നത്. കർക്കണ്ട് അരിച്ചെടുത്തതാണ്. ഇതിനെ നല്ലതുപോലെ അരിച്ചെടുക്കണം. കാരണം അതിൽ പൊടിയും അഴുക്കും ഒക്കെ കാണും. നമ്മൾ അരിച്ച് തന്നെ എടുക്കണം. നമ്മളെ നെല്ലിക്ക നല്ലപോലെ തണുത്തിട്ടുണ്ടേ. അതിനെ ഇതേപോലുള്ളൊരു ആയുധം എടുത്ത് ഫോർക്കാട്ടോ എടുത്തിട്ട് ഇങ്ങനെ നിറച്ച് കുത്തായിട്ട് ഇടണം കേട്ടോ. ഇനി കുത്തിക്കൊണ്ടിരുന്നിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ കുത്തി ഇട്ടേക്കണത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുത്തി നിറച്ച് കണ്ടോ, നിറച്ച് കുത്തി ഇട്ടേക്കുക കണ്ടോ. നമ്മൾ അടുപ്പിലാണ് തയ്യാറാക്കുന്നത്, ഗ്യാസിലൊന്നുമില്ല. നമ്മൾ ലേഹ്യവും നെല്ലിക്കയായിരുന്നാലും എല്ലാം വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് 10 മിനിറ്റ് അടച്ചിട്ട് ഇത് കളർ മാറി വരും. ഏകദേശം അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ലത്. പിന്നെ കണെല്ലാം ഇട്ടിരുന്നാണ്, പിന്നെ എല്ലാം കറക്റ്റാകും. ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ഇതൊരു സ്പൂൺ തേനാണേ. ഒരു സ്പൂൺ നെയ്യാണേ. നമ്മളൊരു സ്പൂൺ നെയ്യൊക്കെ ചേർത്താണ് തേൻ നെല്ലിക്ക ശരിയാക്കുന്നത്. ആ നെയ്യുടെയൊക്കെ ഒരു മണം വരുമ്പോഴത്തേക്ക് ആ നെല്ലിക്ക എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടച്ചിട്ട് ഇളക്കി ഒക്കെ കൊടുത്തതാണ്. എപ്പോഴും അങ്ങനെ ഒരു കണക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതായത് 15 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇന്നൊരു 15 മിനിറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പരുവത്തിന് നല്ല കറുത്തല അടിപൊളിയായിട്ട് വരും. കണ്ട, ഇന്നൊരു 15 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് പരിപാടിയാണ്. നമ്മളെ തേൻ നെല്ലിക്ക റെഡിയായി. അമ്മ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അഞ്ചലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് 1 മണിയോളമായി. അപ്പോഴത്തേക്ക് രാവിലെ എണീക്കാനും ലേറ്റായി. അപ്പോൾ കുപ്പിയിലാക്കാനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം അമ്മ എന്താണെന്നാലും അത് കുപ്പിയിലാക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ. ഇനി ഒരെണ്ണം കഴിച്ചു നോക്കാവേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ചെറുത് തന്നെ എടുത്ത് കഴിച്ചു നോക്കാം. വലുത് തന്നെ വെറും വയറ്റിൽ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. ഇതുണ്ടോ,
സൂപ്പർ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇതിപ്പം 2 കിലോളമാണ് കേട്ടോ ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞവർക്ക് 3 കിലോ 1 കിലോൻ്റെ ഓർഡർ ആയിരുന്നു മൊത്തം. പിന്നെ 2 കിലോ നമുക്കും കൂടെ ആയിട്ടാണ് എടുത്തത്. അപ്പം അവർക്കുള്ളത് മാറ്റി വെച്ച് ഇത് നമുക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി. ഇതിൻ്റെ കുരുവല്ല ആ തേനും കറക്കണ്ടും പിടിച്ചിട്ട് സൂപ്പർ. അപ്പോൾ ബായ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നല്ലതാണ്. കർക്കിടക സമയത്തൊക്കെ അടിപൊളിയാണ് ഇത്. നമ്മൾ ദിവസം ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ സൂപ്പറാണ്. വലിയല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ടാറ്റാ.